മാത്രമല്ല ഓയിൽ ബോണ്ടിൻ്റെ വിഷയമുണ്ട്. UPA സർക്കാർ അധികാരമൊഴിഞ്ഞു പോകുമ്പോൾ 1,44,000 കോടി രൂപയുടെ ഓയിൽ ബോണ്ടുണ്ട്. ആ കടബാധ്യത ഈ മാർച്ച് 26-നാണ് അടച്ചു തീർത്തത്. എത്ര അറിയോ പലിശ അടക്കം അടച്ചത്? 3,23,000 കോടി രൂപ. 1,44,000 കോടി രൂപയുടെ ഓയിൽ ബോണ്ട് UPA സർക്കാരിൻ്റെ കാലത്തുള്ളത്. അത് അടച്ചു തീർത്തത് 3,23,000 കോടി രൂപയാണ്. ഈ മാർച്ച് 26-നാണ് അത് അവസാനിച്ചത്. പിന്നെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നമുക്കറിയാം. UPA സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഒരു ദിവസം 2.5 മുതൽ 3 കിലോമീറ്റർ വരെയാണ് നാഷണൽ ഹൈവേ നിർമ്മിച്ചത്. ഇന്ന് 36 കിലോമീറ്ററോളം നാഷണൽ ഹൈവേ ഒരു ദിവസം നിർമ്മിക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ കഴിഞ്ഞ 12 വർഷമായി കേരളത്തിൽ ഉൾപ്പെടെ ദേശീയ ഹൈവേ നിർമ്മാണം അത് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ നാഷണൽ ഹൈവേകൾ നിലവിൽ വന്നു. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇത് നടക്കുന്നില്ലേ? ഇപ്പോൾ ഇതിനൊക്കെ പണം കണ്ടെത്തുന്നത് കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നാണ്, അല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് വില വർധനവുണ്ട്, സാധാരണക്കാരന് ബുദ്ധിമുട്ടാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ 115 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്, തമിഴ്നാട്ടിൽ 105 രൂപയാണ്. സംസ്ഥാന സർക്കാർ ലേശം കുറയ്ക്കട്ടെ. സംസ്ഥാന സർക്കാർ